തലസ്ഥാനത്ത് വലിയ കുടിവെള്ളക്ഷാമമാണ്. അതായത് കുടിവെള്ളത്തിനെ തുടർന്ന് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ ആ വാർത്തയിലൂടെ പോയി, വീണ്ടും ആ വാർത്തയിലേക്ക് തന്നെയാണ്. തുടർച്ചയായി 4-ാം ദിവസവുമാണ് വെള്ളം മുടങ്ങിയിരിക്കുന്നത്. ജല അതോറിറ്റിയുടെ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കാനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയെങ്കിലും കാര്യക്ഷമമല്ലെന്നാണ് പരാതി. ക്യാനുകളിലുമൊക്കെ കുടിവെള്ളം എത്തിച്ചാണ് പല കുടുംബങ്ങളും ഈ പ്രതിസന്ധിയെ നേരിടുന്നത്. 5 ദിവസം ഒന്നുമില്ല, ഒരു ദിവസമൊക്കെ ചിലപ്പോൾ അവർ നേരത്തെ അറിയിക്കും, മെസ്സേജ് ഇടും. ഇപ്പം മെസ്സേജൊന്നുമില്ല, എന്ന് വെള്ളം വരുമെന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ആരും ഇതുവരെ അറിയിപ്പൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഈ ഏരിയയിൽ കുപ്പിവെള്ളം പോലും കിട്ടുന്നില്ല. അപ്പോൾ ഈ പരിസരത്തുള്ള കടകളിലെല്ലാം തീർന്നു. 4 ദിവസമായി. നമുക്ക് കുടിക്കാനും കുക്ക് ചെയ്യാനും ക്യാൻ വാട്ടറെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ കുളിക്കാനും വാഷ്റൂമിൽ പോകാനും ഈ വെള്ളം തന്നെ ആശ്രയിക്കേണ്ടി. വീട്ടിലിപ്പം പ്രായമായ 2 പേര് ചേർത്ത് 6 പേരുണ്ട്. 4 ദിവസമായിട്ട് ബുദ്ധിമുട്ടാണ്. അടുത്തുള്ള ഒരു കുഴൽ കിണറുണ്ട്, അവിടെ നിന്ന് വെള്ളം കിട്ടും. പക്ഷേ നമുക്ക് കുക്കിങ്ങിനും കുടിക്കാനും അത് വലുതായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. രാത്രി എന്തോ ഒരു വണ്ടി വന്നെന്ന് പറഞ്ഞിരുന്നു. അത് രാത്രി ആയതുകൊണ്ട് വലുതായിട്ട് ആരും അറിഞ്ഞിട്ടുമില്ല. ഒരു ലോറി എന്തോ വന്നിരുന്നു വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വലുതായിട്ട് ആരും അറിഞ്ഞിട്ടില്ലാത്തത് കാരണം രാവിലെ എല്ലാവരും ഇതുപോലെ പബ്ലിക് ടാപ്പ് എടുത്ത് ഇറങ്ങുവാണ്. എങ്കിലും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ബാത്റൂമിൽ പോയി, അല്ലാതെ വേറെ കുളിച്ചില്ലെങ്കിൽ വേണ്ടില്ല, നനച്ചില്ലെങ്കിലും വേണ്ടില്ല. പക്ഷേ ബാത്റൂമിൽ പോകാൻ വേണമല്ലോ, അതാണല്ലോ ഏറ്റവും വലുത് മനുഷ്യൻ്റെ ആവശ്യം എന്നുള്ളതാണ്. ആ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണം, വീട്ടിൽ കിടക്കുന്ന സ്ത്രീകളുടെ കാര്യമാണ് ഏറ്റവും വലിയത്. 5-ാമത്തെ ദിവസമായില്ലേ, വെള്ളം തീർന്നുപോയി. ഇന്ന് 4 ദിവസമായി, ഇതുവരെ വെള്ളം വന്നിട്ടില്ല. കുടിക്കാനൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് ഇവിടുന്നില്ലേ അവിടെ നിന്ന് എടുക്കും. നഗരത്തിൽ ഉച്ചയോടെ ഭാഗികമായി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആറ്റുകാലിൽ നിന്ന് ജിബിൻ ജെബി ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ജിബിൻ, നോക്കൂ, ഇവിടെ കുപ്പിയിൽ വെള്ളം കിട്ടാൻ പോലുമില്ല. അതായത് സമീപത്തെ കടകളിലൊക്കെ കുപ്പിവെള്ളം വരെ തീർന്നിരിക്കുന്നു എന്ന് ഒരു വിഭാഗം ജനത്തിന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതും ഈ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ട് അവർ പറയേണ്ട അവസ്ഥ. ഇപ്പോഴും ഉച്ചയോടുകൂടി ഭാഗികമായി പുനഃസ്ഥാപിക്കുമെന്നുള്ള ഒരു വിവരം മാത്രമേ അധികൃതരുടെ ഭാഗത്ത് നിന്ന്, അത്തരത്തിലൊരു മറുപടി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കുടിവെള്ളം പോലും ജനങ്ങൾക്ക് കൃത്യമായി 4-ാം ദിവസമാണ് ഉറപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംവിധാനവും സർക്കാരും എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. എന്താണ് അവരോട് ഈ മറുപടി അവരറിഞ്ഞിട്ടുണ്ടോ അവിടെയുള്ള ആളുകൾ? അതായത് ആദ്യഘട്ടത്തിൽ ഈ വെള്ളമൊക്കെ തന്നെ ഇവിടെ ഈ ആൾക്കാർക്ക് കിട്ടാതായ സമയത്ത് പറഞ്ഞിരുന്നത് അന്ന് രാത്രി, അതായത് 4 ദിവസം മുൻപുള്ള ഒരു രാത്രിയോട് കൂടി ഈ ജലത്തിന്റെ ക്ഷാമമൊക്കെ തന്നെ പുനഃസ്ഥാപിക്കും, പമ്പിംഗ് പുനരാരംഭിച്ച് എല്ലാ വീടുകളിലും കൃത്യമായി വെള്ളം കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇത്രയും ദിവസം, അതായത് ഇപ്പം ഇന്ന് 4-ാമത്തെ ദിവസമാണ്. ഇന്നലെയാണ് ഈ ഉച്ചയോടുകൂടി ഉന്നതതല യോഗം കൂടിയതിനു ശേഷം ഇന്നലെ രാത്രിയോടുകൂടി പമ്പിംഗ് പുനരാരംഭിക്കുമെന്നും അതിനുശേഷം ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ എല്ലാ പ്രദേശങ്ങളിലും വെള്ളം വീണ്ടും കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മണക്കാട് ആറ്റുകൾ മേഖലയിലുള്ള മിനി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലാണ്. ഈ വീട്ടിൽ 4 ദിവസമായിട്ട് ഇവിടെ വെള്ളം കിട്ടാനില്ല. ഈ ചേച്ചിയുടെ പ്രായമായ അച്ഛന് മാത്രമാണ് ഈ വീട്ടിൽ താമസമുള്ളത്. ഇവർ ഇത്രയും ദൂരം, അതായത് നേരത്തെ നമ്മൾ കാണിച്ച ആ പൈപ്പിലാണ്, അത് മാത്രമാണ് ഈ നാട്ടുകാരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത്. മറ്റ് വീടുകളിലുള്ള പൈപ്പ് കണക്ഷനിൽ ഒന്നും തന്നെ വെള്ളം കിട്ടുന്നില്ല. ആ ഒരു അവിടെ മാത്രമാണ്, അതായത് നേരത്തെ കാണിച്ച ആ ദൃശ്യങ്ങൾ കാണിച്ച ആ ഒരു പൈപ്പിന്റെ മുന്നിൽ ക്യൂ നിന്നാണ് ഇവരെല്ലാവരും വെള്ളം എടുത്തുകൊണ്ട് വീടുകളിലേക്ക് വരുന്നത്. അതിലും എത്രത്തോളം വെള്ളമാണ് വരുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. എത്ര ദിവസമായി ചേച്ചി നിങ്ങൾ ഈ ഒരു കഷ്ടത അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? 4 ദിവസമായി. ഇന്ന് 4 ദിവസമായി കഷ്ടത. ഒരു തുള്ളി വെള്ളം വീട്ടിനകത്തില്ല. നമ്മൾ ഈ വയസ്സായ ആൾക്കാരെ ഇട്ടിട്ട് അത് അവർക്ക് ബാത്റൂമിൽ പോകാൻ എന്തിനൊക്കെ വെള്ളം വേണം. കുട്ടികളുണ്ട്, അവർക്കൊന്നും വെള്ളം കിട്ടുന്നില്ല. അവർക്ക് ഇത്തിരി പോയത് കുളിക്കാനായി അതിന് ഒന്നിനും കിട്ടുന്നില്ല. വെള്ളത്തിന് ഭയങ്കര ക്ഷാമം. ഇന്ന് 4 ദിവസം കൊണ്ട് അനുഭവിക്കണം. ഓരോ കുപ്പിയിൽ വെള്ളം എടുക്കും, ചൂടാക്കും. അങ്ങനെ ആഹാരത്തിൽ പുറത്ത് പോയാൽ പോലും, ഹോട്ടലിൽ പോയാൽ പോലും അവർക്ക് ആഹാരം ഇല്ല. നമുക്കെന്ന് വെച്ചാൽ തീർന്നു പോയി, പാർസൽ തീർന്നു പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർക്കും വെള്ളമില്ല, നമുക്കിപ്പം വെള്ളമില്ല. 4 ദിവസം കൊണ്ട് ബുദ്ധിമുട്ട്. ഇന്ന് തരാം, നാളെ തരാം, നമുക്ക് ഇന്ന് രാത്രി വരും, അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് വരും, ഇങ്ങനെ പറയണല്ലാതെ ഇത് ഒരു തുള്ളി വെള്ളം നമുക്ക് വന്നിട്ടില്ല. കൈയും കാലും സുഖമില്ല ഞങ്ങളാണ്. അപ്പോൾ പിന്നെ അത് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുമുണ്ട് ഞങ്ങൾക്ക്. അത് തന്നെയാണ് അക്ഷയ, ഈ അതീവ ഗുരുതര അവസ്ഥയാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ തന്നെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കിലോമീറ്ററുകളോളം നടന്നതാണ് പലരും ഇപ്പോൾ വീടുകളിലേക്കുള്ള ജലമൊക്കെ തന്നെ ശേഖരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് രാവിലെ 7 മണിയോട് കൂടി ഈ വെള്ളത്തിൻ്റെ പമ്പിംഗ് ഒക്കെ തന്നെ പൂർവ്വസ്ഥിതിയിലാകും, എല്ലാ വീടുകളിലും വെള്ളം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് വരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ പോലും 7 മണിയായി, ഇപ്പോൾ ഏകദേശം 9 മണിയായിരിക്കുകയാണ്. ഇതുപോലെ ഒരു ടാങ്കർ ലോറിയിൽ പോലും ഈ പരിസരത്തൊന്നും വെള്ളം എത്തിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടില്ല. ഞാനിന്ന് ഏകദേശം ഒരു 7 മണി തൊട്ട് ഈ ഒരു പ്രദേശത്തുണ്ട്.
അതിനുശേഷം എന്നല്ല ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്, അവർ ഈ ഒരു പ്രശ്നം, അതായത് 4 ദിവസം കൊണ്ട് ഈ ഒരു കുടിവെള്ളം കിട്ടാത്ത പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ദിവസം പോലും ഈ മേഖലയിലൊന്നും അവർക്ക് വാട്ടർ ടാങ്കർ ജലം എത്തിക്കുന്ന അവസ്ഥയൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. നേരത്തെ കണ്ട പൈപ്പിൻ്റെ മുട്ടിലുള്ള അവസ്ഥയാണ് ഇപ്പോഴും. അതായത് പണ്ടൊക്കെ തന്നെ നമ്മൾ കാണുന്നത് കുടിവെള്ളത്തിനായി ദൂരങ്ങളിൽ നിന്ന്, വളരെ ദൂരങ്ങളിൽ നിന്ന് അമ്മമാരൊക്കെ തന്നെ കുടങ്ങളുമായി പണ്ട് ഈ കുളത്തിൽ നിന്നൊക്കെ കുടത്തിൽ വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുന്നതൊക്കെ തന്നെ പണ്ടത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു. പക്ഷേ അത് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലാണ്, നഗരഹൃദയത്തിലാണ്. ഇത്തരം കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇപ്പോഴും അങ്ങനെ ശേഖരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലും. ഈ മലയോര മേഖലയിലും മറ്റു പലയിടങ്ങളിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ അത്തരത്തിലുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് നഗരത്തിലാണ്, തലസ്ഥാന നഗരത്തിലാണ് 4 ദിവസമായിട്ട് ഈ പെടാപ്പാട്. സാധാരണ നമുക്കറിയാം വേനൽക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇങ്ങനെ വെള്ളം ശേഖരിക്കുന്ന ആളുകളും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന നാട് നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. പക്ഷേ ഇത് നഗരത്തിലാണ് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ജിബിനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വല്ലാത്ത അവസ്ഥയാണ്, ഗതികേടാണെന്ന് തന്നെ പറയണം. വല്ലാത്ത ഗതികേടിലേക്കാണ് ഒരു ജനത്തെ സർക്കാരും ഈ ഭരണകൂടവും ഒക്കെ കൂടി എല്ലാവരും ഉത്തരവാദികളാണ്. ആരൊക്കെയാണോ എല്ലാവരും ഉത്തരവാദികളാണെന്നുള്ള കാര്യമാണ് ഈ ജനങ്ങളെ തള്ളിവിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്.